ഓക്കെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും ഒരു ബുക്ക് എടുക്കുക, പെന്നെടുക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റ്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും മൊത്തത്തിലുള്ള ഒരു ഐഡിയ പറയാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ തന്നെ പ്രാക്ടിക്കൽ തുടങ്ങാം. നമുക്കറിയാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ഇതൊക്കെ വച്ചിട്ടുള്ള ഒരു പ്രൊമോഷനാണ് സോഷ്യൽ മീഡിയ. നമുക്കറിയാവുന്നതാണ്, ഒരു കോമൺ ആണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോഴും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഇതൊക്കെ വച്ചിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ നമുക്ക് എൻക്വയറി കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക കൂടുതലും കേട്ടോ. സോഷ്യൽ മീഡിയ ചാനലുകൾ വെച്ച് എങ്ങനെ നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഹൃദിക് ബിജു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, വെരി ഗുഡ്. ബുക്ക് മെന്നൊക്കെ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ബേസിക്കലി പഠിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയയുടെ ചില ഫിഗറുകളാണ് ഇതിനെ കുറിച്ചൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ്. നമുക്ക് ഏകദേശം 4.9 ബില്യൺ പീപ്പിൾ ആണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. 4.9 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 500 കോടി ജനമാണ് എന്തുപയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. 78% of consumers are influenced by social media in their purchasing decisions. നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങുകയോ എന്തെങ്കിലും പഠിക്കുകയോ ജോയിൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഹൃദിക് സോഷ്യൽ മീഡിയയിൽ ആഡ് കണ്ടിട്ടല്ലേ ജോയിൻ ചെയ്തേ? അതെ. ഓക്കെ, നിങ്ങളൊരു എക്സാമ്പിൾ ആണത്. ബാക്കിയുള്ളവരോ? ഇതല്ല വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് വാങ്ങുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഒരു എക്സാമ്പിൾ? ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇത് കണ്ടിട്ട് വാങ്ങാറുണ്ട്. വെരി ഗുഡ്. പിന്നെ ക്ലോത്ത്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും അതില് ഒരു ഫാക്ട് ഉണ്ടെന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോഴ്സിനെ ജോയിൻ ചെയ്ത് സോഷ്യൽ മീഡിയ ഇത് കണ്ടിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളായാലും പ്രൊഡക്ട്സുകൾ വാങ്ങാറുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ പലതരം പ്രൊഡക്ട്സുകൾ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പല കാര്യത്തിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പല ഇവന്റുകളും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ സോഷ്യൽ മീഡിയ പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, സോഷ്യൽ മീഡിയ ആക്ച്വലി അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് വേറെയാണ്. ഒരു മാസീവ് റീച്ചിലേക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ തന്നെ അറിയാണ്ട് പോകുന്നതാണ് സോഷ്യൽ മീഡിയ. Social media ad spending is projected to reach $300 billion by 2025. $300 billion. അതൊരു വലിയൊരു എമൗണ്ട് ആണ്. എങ്ങനെ എത്രയാണ് കോടി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? $1 ബില്യൺ എന്ന് പറയുന്നത് ഏകദേശം 8,000 crore ആണ്. 1 ബില്യൺ. അപ്പൊ 300 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ലക്ഷം കോടി ആ ലെവലിലാണ് ആ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് സ്കോപ്പാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കുന്നത് ബേസിക്കലി ബ്രാൻഡ് അവയർനെസ്സിനാണ്. നമ്മളൊരു ബ്രാൻഡിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ കസ്റ്റമർ എൻഗേജ്മെന്റ്, ഹൈ കൺവേർഷൻ റേറ്റ്, കോസ്റ്റ് എഫക്റ്റീവ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതായത് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എവിടെ, എങ്ങനെ, എന്ത് സ്പെൻഡ് ചെയ്യണമെന്ന് കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. എവിടെ, എന്ത്, എങ്ങനെ, അതാണ് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു കമ്പനി നമ്മുടെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ഈ ബഡ്ജറ്റിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. ഓക്കെ,
ഇനി ഓരോ പ്രൊഡക്റ്റിനും ഓരോ കേസ് ടു കേസ് സിനാരിയോ ഉണ്ട്, അല്ലാണ്ട് ഒരു ഫിക്സഡ് റൂൾ ഇല്ല. ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ആ സാഹചര്യങ്ങളിലും അപ്പോഴത്തെ ട്രെൻഡും റിസൾട്ടും റെസ്പോൺസ് ഒക്കെ അനുസരിച്ച് ഇത് വേരി ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, എവിടെ എങ്ങനെ എന്ത് സ്പെൻഡ് ചെയ്യണം. അതിനെയാണ് പറയുന്നത് ഡിജിറ്റൽ സ്ട്രാറ്റജി. അത് നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിനും ഓരോ സാഹചര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ അതിൽ വരുമ്പോൾ നിങ്ങളുടേതായ ആ സാഹചര്യങ്ങൾ അനുസരിച്ചൊരു അനാലിസിസ് ഒക്കെ നടത്തി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും ക്ലാസ് നിങ്ങളുടെ മൊത്തം കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, എവിടെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ക്ലിയർ? ഹൃതിക്, നിങ്ങളെ വീഡിയോ മൊത്തം കണ്ടതല്ലേ? കണ്ടായിരുന്നു. ആ. അപ്പൊ ഒരു ബേസിക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റ് അറിയുന്നതല്ലേ? കുറച്ചൊക്കെ മനസ്സിലായി. വീഡിയോയിലുള്ള വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. ഓക്കെ. ടോപ്പ് 5 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്കറിയാം. വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇതൊക്കെ നമുക്കറിയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആഡ് ഇൻ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ സൈറ്റ്. ആരെങ്കിലും ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതിൻ്റെ ആ പ്രസന്റേഷൻ വെബിനാറിന്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കണ്ടിരുന്നു. വെരി ഗുഡ്. അതിന്റെ മീനിങ് തന്നെ ഇപ്പോൾ ഞാൻ അതും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷന്റെ ക്ലയന്റ് ആണ്. ദേ ആർ ബേസ്ഡ് ഇൻ ദുബായ്. അവർക്ക് ഞാൻ അവരുടെ ആഡ് ബഡ്ജറ്റ് ഞാൻ സ്പെൻഡ് ചെയ്തത് ലിങ്ക്ഡിനിലാണ്. മെജോറിറ്റി ഓഫ് ദ ബഡ്ജറ്റ് ഐ സ്പെൻഡ് ഓൺ ലിങ്ക്ഡിൻ ഫോർ ദം. എന്തുകൊണ്ടാണ് ഞാൻ ലിങ്ക്ഡിനിൽ സ്പെൻഡ് ചെയ്തത്? അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് 35+ ആയിരുന്നു. നല്ല ഹൈലി വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ഹൈലായിട്ടുള്ള വർക്കിംഗ് പ്രൊഫഷണൽസ്, ദേ ആർ വെരി മച്ച് ആക്റ്റീവ് ഓൺ ലിങ്ക്ഡിൻ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലെല്ലാം എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി വേണം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ലൈവ് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ച് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഒരു ജനറൽ അവയർനെസ് കിട്ടാനും ഇതിന്റെ സ്കോപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെയാണ് എന്നിട്ട് പറയാം മോസ്റ്റ് പോപ്പുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. എന്ന് മനസ്സിലായില്ല? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻ ദ വേൾഡ് ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ടിക്ടോക്കും കൂടി ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതെല്ലാവരും എഴുതി വെക്കാം. അതായത് ഇത് എന്താന്ന് ചോദിച്ചാല്, ബിജു, നിങ്ങളുടെ പേര് ഹൃത്തിക് എന്നാണോ ബിജു എന്നാണോ? ഹൃദിക്. ബിജു എന്ന് പറയുന്ന ഫാദറിന്റെ പേരായിരിക്കും അല്ലേ? ഞാൻ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡർ കിട്ടും. അപ്പൊ ഒന്നും കൂടി കേട്ടാൽ മതി കേട്ടോ. ഒന്നും കൂടി കേൾക്കുമ്പോൾ ക്ലാരിറ്റി വരും. ഓക്കെ, നമ്മള് ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വന്നിട്ട് പറയാണ്, എനിക്ക് ഒരു ക്യാമ്പയിൻ ചെയ്തു തരാമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിലൊരു സ്ഥാപനമുണ്ട്, ബിസിനസ് ഉണ്ടെങ്കിൽ അതിനൊരു കൃത്യമായ ഒരു ഗോൾ വേണം. ഈ ഗോളിന്റെ പ്രത്യേകത സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ടിന്റെ പ്രത്യേകത സ്പെസിഫിക്. ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ടേമുകളല്ല, ശരിക്കും മാർക്കറ്റിംഗിന്റെ ടേമുകൾ. മാർക്കറ്റിംഗിൽ സെയിം കോൺസെപ്റ്റോട് ഉപയോഗിക്കണമെന്നുള്ളൂ. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ്. അതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത്, സ്മാർട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സ്മാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക്, മെഷറബിൾ, അത് അച്ചീവബിൾ, റെലവന്റ്, ടൈം ബേസ്ഡ്. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെസിഫിക് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം വാണ്ട്സ് ടു അച്ചീവ്
1000 കോഴ്സ് സൈൻ അപ്പ് ഇൻ 30 days. അതാണ് 30 days എന്ന് പറഞ്ഞ ടൈം ബേസ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ സ്പെസിഫിക് എന്ന് പറയുന്നത് 1000 കോഴ്സ് സൈൻ അപ്പ്. അതാണ് മെഷറബിൾ ആണ്, സ്പെസിഫിക് ആണ്, മെഷറബിൾ ആണ്, അച്ചീവബിൾ ആയിരിക്കണം. അല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ എല്ലാ മാസവും ഒരു 15 അഡ്മിഷൻ പറ്റുള്ളൂ, ഈ മാസം നമ്മൾ 2000 അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞാൽ അതാണ് അച്ചീവബിൾ. റെലവെന്റ് ആയിരിക്കണം. അതായത് യുവർ ഗോൾ ഷുഡ് അലൈൻ വിത്ത് യുവർ വാല്യൂസ് ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അതായത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധമുള്ളതും അങ്ങനത്തെ ആയിരിക്കണം. അതാണ് റെലവെന്റ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെയാണ് അതിലേക്ക് നിങ്ങൾ പയ്യെ പയ്യെ അതിലേക്ക് വരും. ഞാൻ അതിനെ കുറിച്ചൊരു തോട്ട് തരുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. സർ. ഓക്കെ, ഗുഡ്. കണ്ട് ഐഡന്റിഫൈ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. ഇതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും 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 പറയാനുള്ളത്, ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു തരാമോ എന്ന് നിങ്ങൾ ഒരാൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കണം ആരെയാണ് ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അതാണ് പറയുന്നത്, ടാർഗറ്റ് ഓഡിയൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് അറിയണം. ഇതിൽ മാത്രമാണ് അതിനൊരു പ്രത്യേകതയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ, വേറെ ഗൂഗിളിലും അതിലൊന്നും നമുക്ക് അങ്ങനത്തെ പ്രത്യേകതയില്ല. കാരണം നമുക്ക് കീവേഡ് കണ്ടെത്തിയാൽ മതി. ആരൊക്കെ കീവേഡ് ഉപയോഗിക്കുന്നുവോ അവർക്കൊക്കെ നമ്മളെ ആഡ് കാണിക്കാം. അതായത് ഗൂഗിളിന്റെ പ്രത്യേകത. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. നമുക്ക് ആരെയാണ് ടാർഗറ്റ് ചെയ്യണം, അവരുടെ ഏജ്, അവരുടെ ജെൻഡർ, അവരുടെ പ്രൊഫഷൻ, ഇതൊക്കെ വച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യാം. നിങ്ങളത് ഞാൻ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് സിംഗിൾ ആൾക്കാരെയാണ്, അതായത് കല്യാണം കഴിക്കാത്തവരെയാണ്. അവരെ മാത്രം നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇനിയും ടീച്ചർമാരെയാണ്, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡോക്ടേഴ്സിനെയാണ്, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് മൊബൈൽ ആപ്പ് എന്നിട്ട് പറയാം ഐഫോൺ യൂസേഴ്സിനാണ്, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. അപ്പൊ അതാണ് നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ്, ഓൺലൈൻ ബിഹേവിയർ, ഇത് നിങ്ങൾ കൃത്യം പഠിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി അവരെ ടാർഗറ്റ് ചെയ്യാം. അതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലായാലും പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. നിങ്ങളത് എപ്പോഴും ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും അത് പറയാം. നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവണം. ആരെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ടാർഗറ്റ് ചെയ്യുക, ഏത് ലൊക്കേഷനിലുള്ളവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക, അവരുടെ ഏജ്, ബിഹേവിയർ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, അവര് ലോജിസ്റ്റിക്സിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അവരുടെ കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഫൈനൽ ഇയർ ഉള്ളവരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അവർ കൃത്യമായിട്ട് ഞങ്ങൾ പഠിച്ചപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലൊക്കെ, കൃത്യം ഇൻസ്റ്റയിലൊക്കെ 20 വയസ്സുള്ളവര്, 20 അപ്പൊ ഞങ്ങൾ കസ്റ്റമറെ കുറിച്ച്, അതായത് പഴയ സ്റ്റുഡൻസിനെ കുറിച്ച് പഠിച്ചു. നിങ്ങൾ ആലോചിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇൻഫോർമേഷൻ കിട്ടണേ? നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഇപ്പൊ എത്ര എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ ആവറേജ് ഏജ് എന്താ, അവർ വാട്ട് കൈൻഡ് ഓഫ് ജോബ് ഓർ പ്രൊഫഷൻ ദേ ആർ ഡൂയിങ്, ഓക്കെ, അവരുടെ നേച്ചർ എന്താ, അവർ ഏത് ലൊക്കേഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. കാരണം അങ്ങനെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇവരെ ടാർഗറ്റ് ചെയ്യാം. ക്ലിയർ ആയോ?
അതുകൊണ്ടാണ് പറഞ്ഞത് ടാർഗറ്റ് ഓഡിയൻസ് ഈസ് വെരി, നമ്മൾ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും കൃത്യമായിട്ട് പറയാണ്, മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അവരുടെ പ്രൊജക്ട് ശരിക്കും പഠിക്കണം. പഠിച്ചതിന് ശേഷമേ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പൈസ വേസ്റ്റ് ആയി പോകും. ക്ലിയർ ആയോ ഞാനിപ്പോ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എനി ഡൗട്ട്? എന്താണ് പറഞ്ഞോ? ക്ലിയർ. അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ പേഴ്സോണ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നേരത്തെ പറഞ്ഞ ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, ഇൻട്രസ്റ്റ്, ചാലഞ്ചസ്, സോഷ്യൽ മീഡിയ ഹാബിറ്റ്സ്. ഇത് നമ്മൾ കസ്റ്റമർ പേഴ്സോണ, ആ ടേം എഴുതി വെക്കാട്ടോ. കസ്റ്റമർ പേഴ്സോണ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടേം അല്ല, ഒരു മാർക്കറ്റിംഗ് ടേമാണ്. ക്ലിയർ? അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, ചൂസ് ദ റൈറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇവർ ആക്റ്റീവ് ആവും. അങ്ങനെ ചെയ്യരുത്, അത് നിങ്ങളുടെ മണ്ടത്തര. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവേണ്ടത് ഇൻസ്റ്റാഗ്രാമിലാണ്. വേറെ എങ്ങും കൊണ്ടുപോയി നിങ്ങളുടെ എനർജി കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ യുവർ ടാർഗറ്റ് ഓഡിയൻസ് ആർ വെരി മച്ച് ആക്റ്റീവ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലവര് എല്ലാത്തിലും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്റെ കാര്യമില്ല. നിങ്ങളുടെ ഫുൾ എനർജി, ഫുൾ ഫോക്കസ്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, എനിക്ക് എല്ലാ തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. കോളേജിൽ പഠിക്കുന്നവരുണ്ടാവും, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും, ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ആക്റ്റീവാണ്. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്, ലിങ്ക്ഡിനിൽ ആക്റ്റീവാണ്, യൂട്യൂബിൽ ആക്റ്റീവാണ്, വാട്സപ്പിൽ ആക്റ്റീവാണ്, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്. ക്ലിയർ? അതുകൊണ്ടാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, അവിടെ ആരാണ്, അവരേത് തരം, നിങ്ങൾക്ക് നോക്കാറിയാൻ പറ്റും ഇത്ര ഏജ് ആണ്, ഇന്ന പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ ഇനിയും അടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്യാമ്പയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഞാനത് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ കുറച്ച് നിർത്താണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മെറ്റ ആഡ്സ് എന്ന് പറയും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ മെറ്റ ആഡ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്? ആർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്? പറയൂ. എല്ലാവർക്കും ഉണ്ടോ? വെരി ഗുഡ്. ഉള്ളവരോ ഒക്കെ അടിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ അടിക്കുക ചാറ്റിൽ. ഓക്കെ, എല്ലാവരും ചാറ്റിൽ ഉപയോഗിക്കട്ടെ. എല്ലാവരും ഇന്ററാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. നിങ്ങളെല്ലാം ഉപയോഗിക്കാം. ആർക്കൊക്കെ ഫേസ്ബുക്കിലുണ്ട്? ഫേസ്ബുക്കിൽ ഇല്ലാത്തവർ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കണം. ക്ലിയർ? ഫേസ്ബുക്കിൽ ഇല്ലാത്തവർ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, ആർക്കൊക്കെ ലിങ്ക്ഡിനിലുണ്ട്? ആരൊക്കെ ലിങ്ക്ഡിനിലുണ്ട്?
ലിങ്ക്ഡിൻ ഇല്ലാത്തവരും ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടാക്കണം. അത് ഒരു ബേസിക് കാര്യമാണ്. നമ്മൾ ഇവിടേക്കാണ് ചെയ്യാൻ പോകണം. അപ്പൊ അക്കൗണ്ട് മാൻഡേറ്ററി ആണ് പലയിടത്തും. അതുകൊണ്ടാണ് അക്കൗണ്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ചെയ്തു വരുമ്പോൾ ഫേസ്ബുക്കിൽ അക്കൗണ്ടിൽ അപ്പൊ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ചെയ്തു നോക്കാൻ പറയുന്നത്. ഫേസ്ബുക്കിൽ അക്കൗണ്ട് വേണം. ഹൃദിക്കിന് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ? ആ ഉണ്ട് യൂസ് വെരി ഗുഡ്. ചെയ്യാറില്ല. അല്ല, കുഴപ്പമില്ല, അക്കൗണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോവാണ്. ഈ പ്ലാറ്റ്ഫോം എപ്പോഴും ഉപയോഗിക്കണം, ലോഗിൻ ചെയ്യണം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഫേസ്ബുക്കില് എത്ര അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് ആർക്കെങ്കിലും അറിയാമോ? ഫേസ്ബുക്കിൽ എത്ര അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം? ഫേസ്ബുക്കിൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫേസ്ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടാണ്. ഫേസ്ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പറയൂ, ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടേ പാടുള്ളൂ ഫേസ്ബുക്കിൽ. ഇപ്പൊ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി കാണും. ചിലപ്പോൾ ID പ്രൂഫ് ഒക്കെ കൊടുക്കണം. കമ്പനികൾക്ക് വേണ്ടി പേജ് ക്രിയേറ്റ് ചെയ്യാം. എത്ര പേജ് വേണമെങ്കിലും ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ടും പേജും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. ശ്രുതി പിടുത്തം കിട്ടിയോ? മനസ്സിലായി സർ. ഇതെല്ലാവരും ചെയ്തു മിസ്റ്റേക്ക്. എല്ലാവരും ഫേസ്ബുക്ക് പോയി 4-5 അക്കൗണ്ട് ഉണ്ടാക്കും. അത് റോങ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ബ്ലോക്ക് ആയി പോവും. നിങ്ങളെ ബാൻ ചെയ്ത് കളയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫേസ്ബുക്കിൽ ഒരൊറ്റ അക്കൗണ്ടേ പാടൂ. നിങ്ങളുടെ ഒറ്റ അക്കൗണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 കമ്പനി ഉണ്ടെങ്കിൽ 100 പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ? ക്ലിയർ സർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ഒരു എന്തായാലും ഹൃദിക്ക് നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഹൃദിക്കിന് ലാപ്ടോപ്പ് ഉള്ളതല്ലേ? അതെ. സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്. പെട്ടെന്നാട്ടെ. നിങ്ങളുടെ ലാപ്ടോപ്പിൽ സ്ക്രീൻ ഷെയർ ചെയ്. ഗുഡ്. ഹൃദിക്ക് എന്താ ചെയ്യണേ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്. സൂമിൽ അൺമ്യൂട്ട് ചെയ്. പേടിക്കണ്ട, ഇങ്ങനെയാണ് സെറ്റ് ആവണം. എന്താ ചെയ്യണേ? ക്ലാസ് കാണുക. അതല്ല ചോദിച്ചത്. നിങ്ങൾ പഠിക്കുകയാണോ ജോലിയാണോ? ഹലോ, കത്തായ? ശരി, ഇനി നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തേ. പെട്ടെന്നാവട്ടെ. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യും. കട്ടാവാണല്ലോ. ശ്രുതി ഒരു കാര്യം ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യും. ശ്രുതിക്ക് ഫേസ്ബുക്ക് ഉണ്ടോ? ഇല്ല സർ.
ആരൊക്കെ ഫേസ്ബുക്ക് ഉള്ളേ? ഫാത്തിമ, ഫേസ്ബുക്ക് ഉണ്ടോ? ഇല്ല, എനിക്കില്ല. ഗുഡ്. അപ്പോ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് ആർക്കെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചത്. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കാനും പറഞ്ഞത്. ഫേസ്ബുക്കിൽ അക്കൗണ്ട് സാറിന്റെ ഉണ്ടാക്കാം. കാണിക്കാൻ പറ്റില്ല. എൻ്റെ കാണിക്കാം, ഞാനിപ്പോ അതാ ചെയ്യാൻ പോണേ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കാം. നിങ്ങൾ ആരെങ്കിലും ചെയ്ത് ഞാൻ ഒരാൾക്കെങ്കിലും പഠിക്കാം. ഓക്കെ, ചെയ്യണവർക്ക് ഒന്നും കൂടി പഠിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് എടുക്കാം. ഓക്കെ, ഫേസ്ബുക്ക് എടുത്തിട്ട് ഇവിടെ സ്ക്രീൻ ലെഫ്റ്റിൽ കാണാൻ പറ്റും സീ മോർ. സീ മോറിൽ ക്ലിക്ക് ചെയ്യുക. സീ മോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും പേജസ്. കണ്ടോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ടേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എത്ര പേജുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഫേസ്ബുക്ക് നിങ്ങൾ അക്കൗണ്ട് ഫേസ്ബുക്ക് ഇല്ലാത്തവര് നാളെ വരും എല്ലാവരും അക്കൗണ്ട് ഉണ്ടാക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നാളെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ. കണ്ടോ? ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ്. അതിൽ പേഴ്സണൽ പ്രൊഫൈൽ ഉണ്ട്, പബ്ലിക് പേജ് ഉണ്ട്. ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പബ്ലിക് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് എടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പേജിന്റെ പേര് കൊടുക്കാം. അതാണ് പേജ് നെയിം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡേറ്റ അനലറ്റിക്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെടുക്കാം. ഇപ്പൊ വേണമെങ്കിൽ ഡി എ എന്നാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെങ്കിൽ ഡി എ ഡേറ്റ അനലിറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ലിയർ? കാറ്റഗറി കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ എഡ്യൂക്കേഷൻ കാറ്റഗറി കൊടുക്കാം. എഡ്യൂക്കേഷൻ, വെബ്സൈറ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിടാം? ഒരു ഡിസ്ക്രിപ്ഷൻ ഇടാം, ബയോ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചാറ്റ് ജിപിടിയുടെ ഹെൽപ്പ് എടുക്കാം. ചാറ്റ് ജിപിടിയുടെ ഹെൽപ്പ് എടുത്തിട്ട് ഐ നീഡ് ഫേസ്ബുക്ക് ബയോ ഫോർ ഡിജിറ്റൽ ഡാറ്റ അനലിറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം DA. ക്ലിയർ? കണ്ട? അപ്പോൾ അത് കിട്ടി. നിങ്ങൾ തന്നെ ഇത് ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ചെയ്ത് ഞാൻ പഠിക്കുന്നു കൂടി. ക്ലിയർ ആയോ? കണ്ട? ഡിജിറ്റൽ എറ. അപ്പൊ നമ്മുടെ ഇവിടെ പേര് ഇവിടെ വരും, അതിൻ്റെ ഇത് വരും. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് പേജ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിന്റെ ഒരു പേജ് സെറ്റായി. കാരണം നമുക്ക് ഇതിൽ ക്യാമ്പയിൻസ് എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിലും ഫേസ്ബുക്കിന്റെ പേജ് വേണം. ഫേസ്ബുക്കിന്റെ വേണം, ഇൻസ്റ്റാഗ്രാമിന്റെ വേണം. ഇനി നമുക്കിവിടെ പല കാര്യങ്ങളും കൊടുക്കാം. കണ്ട? നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം. ക്ലിയർ ആയോ? നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം, ഫോൺ നമ്പർ കൊടുക്കാം, ഇമെയിൽ കൊടുക്കാം, ലൊക്കേഷൻ കൊടുക്കാം. മനസ്സിലായി? അവേഴ്സ് കൊടുക്കാം, എപ്പോഴൊക്കെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് അടിക്കാം. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം, കവർ ഫോട്ടോ കൊടുക്കാം. കവർ ഫോട്ടോ എന്ന് പറയുന്നത് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഫോട്ടോ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലോഗോ കൊടുക്കാം. കമ്പനിയുടെ ലോഗോ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കേണ്ടത് കമ്പനിയുടെ ലോഗോ ആണ്. ഇവിടെ കമ്പനിയുടെ ലോഗോ കൊടുക്കാം. അതാണ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ കണ്ടോ? ഇതിനെയാണ് എന്ന് പറയുന്നത് കവർ ഫോട്ടോ കൊടുക്കാം. അവിടെ കവർ ഫോട്ടോ കൊടുക്കാം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ പേജ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഫേസ്ബുക്കിൽ നമുക്ക് പേജ് ഉണ്ട്, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ പേജ് ഉണ്ട്. നമുക്ക് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് പേജിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പേജിന് ഫോളോവർ കൂട്ടാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേജിന് ഏകദേശം 12,000 ഫോളോവർ ഉള്ളതാണ്. 12,000 മോർ ദാൻ 12,000 ഫോളോവർ ഉള്ളതാണ്.
അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ ഇമേജ് ഉണ്ട്, കവർ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. കവർ ഇമേജ് എങ്ങനെ ഡിസൈൻ ചെയ്യാം? ഒറ്റ സെക്കൻഡ്. ഹൃദിക എന്താ നേരത്തെ കംപ്ലൈന്റ് പറ്റിയ? നെറ്റ് ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ നെറ്റ് സ്ലോ ആണോ? ഓക്കെ. ഞാനിപ്പോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവണുണ്ടോ? ഇല്ല. സർ. സുൽഫി ക്ലിയർ ആണോ? യെസ് സർ. യെസ്. ഏ യെസ് യെസ്. ഓക്കെ ഓക്കെ. ഞാനൊന്നും കൂടി തന്നെ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഫേസ്ബുക്കിന് കവർ പേജ് വേണം. അപ്പൊ കവർ പേജ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ക്യാൻവ എടുക്കുക, canva.com എടുക്കുക. ഇത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇപ്പൊ തന്നെ അത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യുക. ഇപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ പേജ് ഉണ്ടാക്കും എല്ലാവരും കേട്ടോ. ഫേസ്ബുക്കിൽ നിങ്ങൾ ക്യാൻവ എടുക്കുക. ക്യാൻവ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി ഫേസ്ബുക്ക് കവർ പേജ്. ഫേസ്ബുക്ക് കവർ പേജ് ഉണ്ട്. ഫേസ്ബുക്ക് കവർ എടുക്കാം. അപ്പൊ ഇഷ്ടംപോലെ ടെംപ്ലേറ്റുകൾ വരും, ഒരുപാട് കണ്ട ഫ്രീ ടെംപ്ലേറ്റുകൾ വരും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടിന്റെ ആണെങ്കിൽ ഇത് ഫ്രീ ടെംപ്ലേറ്റ് വരും. ഓക്കെ. നമുക്കിത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അതാണ് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ്. അപ്പൊ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ. നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. കണ്ടോ? ഇപ്പൊ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് അല്ലേ? ഈ ഫോട്ടോന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇടാം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ ഫോട്ടോ മാറ്റണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ഉണ്ട്. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് എൻ്റെ ഒരു ഫോട്ടോ ഇടണമെങ്കിൽ ഈ ഫോട്ടോ ഇടാം. കണ്ടോ? ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ചെറുതാക്കി കളയാം. കണ്ടോ? ആവശ്യമില്ലാത്ത ഭാഗം വേണമെങ്കിൽ ചെറുതാക്കി കളയാം. ഈ ഫോട്ടോ ഇവിടെ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കിൾ വരും ഇവിടെ. കണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്. ഇതൊക്കെ മാറ്റാം. ഇതൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ. കണ്ടോ? ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ കിട്ടും. തെറ്റിക്കൂല എന്നാലും കിട്ടും. ഇപ്പൊ എന്റെ നമ്പർ ഇടാം 9539070845. എന്റെ ഇമെയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക എൻ്റെ ഉള്ളിൽ. കണ്ടോ? എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ കിട്ടില്ല. itochos@gmail.com. ഇനിയിപ്പോ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. വേണ്ട. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ലോഗോ വീണ്ടും വേറെ ഇമേജ് ഉണ്ടെങ്കിൽ വീണ്ടും ഇവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് ഞാൻ നേരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ PC യിലുള്ളതാണ് നിങ്ങൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ലോഗോ ഞാൻ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട് പലതിനും വേണ്ടി. നമുക്ക് ലോഗോ ഇടാതെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറുതാക്കാം. ഉണ്ടോ? അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് കൊണ്ട് എവിടെ നമുക്കിങ്ങനെ മൂവ് ചെയ്യാം. എൻ്റെ ലോഗോ ഇഷ്ടംപോലെ ടെംപ്ലേറ്റുകളുണ്ട്. ഇതിലുള്ള കണ്ടന്റ് മാറ്റാം. ഉണ്ടോ? നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ളത് എഴുതാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ബോൾഡ് ആക്കാം. കണ്ടോ? അതേപോലെ സൈസ് കൂട്ടാം, കുറയ്ക്കാം, കളർ കൊടുക്കാം. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കണ്ടോ? ഇത് സെലക്ട് ചെയ്യാം. ഇത് മൂവ് ചെയ്യാം. ഇത് കണ്ട ലെഫ്റ്റ് അലൈൻ ചെയ്യാം. ബുള്ളറ്റ് മാർക്ക് ഇടാം, അണ്ടർലൈൻ കൊടുക്കാം, എഫക്റ്റുകൾ കൊടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്യാം. ക്ലിയർ ആയോ? ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യണം? ഷെയർമ ക്ലിക്ക് ചെയ്യാം. ഷെയർമ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡായി. കണ്ടോ? ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം? ഫേസ്ബുക്ക് പേജിലേക്ക് ചെല്ലാം. കണ്ട് ഇവിടെ കവർ ഫോട്ടോയിൽ വേണ്ടേ? അപ്പൊ ഇവിടെ കവർ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡൗൺലോഡ് ആയി. ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. ഡൗൺലോഡ് സെലക്ട് ചെയ്യുക. അപ്പൊ കവർ ഫോട്ടോ അവിടെ വരും. കണ്ട? ഫേസ്ബുക്ക് പേജായി. ഓക്കെ. അതിനുശേഷം ഇവിടെ വീണ്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് അടിക്കുക. പ്രൊഫൈൽ പിക്ചർ ഇതൊക്കെ എപ്പോ വേണമെങ്കിലും മാറ്റാം, എപ്പോ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം.
നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം നിങ്ങളുടെ പേജിലേക്ക്. ഇപ്പൊ അത് പിന്നീടായാലും ചെയ്യാം. നെക്സ്റ്റ് അടിക്കുക, ഡൺ. നമ്മുടെ പേജ് സെറ്റായി. കാരണം നമുക്ക് പല ആക്ടിവിറ്റി ചെയ്യാനും ഫേസ്ബുക്ക് പേജ് മാൻഡേറ്ററി ആണ്. കണ്ടോ, ഫേസ്ബുക്ക് പേജായി. എൻ്റെ പേജിൽ ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഈ URL എനിക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കാം. ഇൻട്രസ്റ്റിംഗ്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. എഡിറ്റ് കവർ ഫോട്ടോ ഉണ്ട്, അവിടെ എഡിറ്റ് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലോഗോ ഇടണമെങ്കിൽ ലോഗോ ഇടാം. ഓക്കെ, ഇത് നമുക്ക് പേജ് കണ്ടു. ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട്? 0 ലൈക്ക് 0 ഫോളോവർ. എൻ്റെ പേജിന് എന്ത് ചെയ്യാം? എൻ്റെ പേജാണ് നമ്മൾ എന്ത് ചെയ്യാം? എനിക്ക് എൻ്റെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന് പേജ് ഉണ്ട്. ഈ പേജിന് നമുക്ക് പേജിൽ പോസ്റ്റ് ഇടാം. കണ്ട, ഈ പേജിൽ നമുക്ക് പോസ്റ്റ് ഇടാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാം പേജിൽ സാധാരണ ഒരു അക്കൗണ്ട് ഇടുന്ന പോലെ എല്ലാം നമുക്ക് ഇടാം. ടെസ്റ്റിംഗ് പോസ്റ്റ്. ഓക്കെ, നോട്ടും വാട്സപ്പ് ബട്ടണൊക്കെ ഇടാം. കണ്ടപ്പോ ഞാനിട്ട പോസ്റ്റ് ഇവിടെ വന്നു. അപ്പൊ ആരൊക്കെയാണോ എന്നെ ഫോളോ ചെയ്യുന്നത്, ആരൊക്കെയാണോ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുന്നത്, അവർക്കൊക്കെ എൻ്റെ അപ്ഡേറ്റ്സുകൾ കാണാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഇതുപോലെ പേജ് ഉണ്ടാക്കണം. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റുകൾ കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു പോസ്റ്റ് നമ്മൾ ഇട്ടു. ഒരു പോസ്റ്റിന്റെ സക്സസ് അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക്, കമന്റ്, സെൻഡ്, വാട്സപ്പ്, ഷെയർ. ഇതിനെയാണ് പറയുന്നത് എൻഗേജ്മെന്റ്. അതിനെ പറയുന്നതാണ് എൻഗേജ്മെന്റ്. എഴുതിയിരിക്കട്ടെ, വെരി ഇമ്പോർട്ടന്റ് ടേം ആണത്, എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക്, കമന്റ്, ഷെയർ. ഇതിനാണ് എൻഗേജ്മെന്റ്. നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതൊക്കെ ബേസിക് ആണ്, ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളൂ. ഒരു പോസ്റ്റ് എന്ന് പറയുന്നതാണ് ഇത്. കണ്ടു, ഇപ്പൊ ഞാനിതൊരു പോസ്റ്റ് ഇട്ടു, അതിനാണ് പോസ്റ്റ് എന്ന് പറയാ. ഓക്കെ, കാരണം ഇതൊരു പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് ഇടാം. നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇടില്ലേ, അതാണ് ഒരു പോസ്റ്റ് എന്ന് പറയാം. ആ പോസ്റ്റിന്റെ താഴെ നമ്മൾ ലൈക്ക്, കമന്റ്, ഷെയർ ആണ് എൻഗേജ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ബേസിക് കാര്യമാണ്. നിങ്ങളായാലും നിങ്ങളുടെ പേജ് നിങ്ങൾക്കൂടെ എന്ത് ചെയ്യാനുണ്ടോ, ലൈക്ക്, ഫോളോവർ കാര്യങ്ങളുണ്ട്. ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ പേജ് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇതുവരെ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട്? ഹൃദിക്, ക്ലിയർ ആണോ? ഇതിപ്പോ ആരതിലാണ് തുടങ്ങിക്കണത്? സാറിന്റെ പേജിൽ തന്നെയാണ് കുറെ പേജസ് തുടങ്ങിയിട്ടുണ്ടാവുക? എന്റെ ഫേസ് ഞാൻ കുറെ പേര് തുടങ്ങിയിട്ടുണ്ട്. ചിലവരുടെ പേജിന് എന്നെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. ക്ലിയർ? അല്ല, അപ്പൊ നമ്മളൊരു ക്ലയന്റിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാ? ക്ലയന്റിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്ലയന്റിന്റെ അക്കൗണ്ടിൽ നമ്മുടെ തന്നെ അതിൽ തന്നെ ചെയ്യാൻ പറ്റുമോ അതോ? ഇല്ല, അവരോട് തന്നെ പേജ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പേജ് ഉണ്ടാക്കിയിട്ട് അവരുടെ ആക്സസ് നമുക്ക് തരാം. അല്ലെങ്കിൽ നമുക്ക് പേജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർക്ക് ആക്സസ് കൊടുക്കാം. ക്ലിയർ ആയോ? സാധാരണ കമ്പനിയിലൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു, എന്റെ കമ്പനിയിലെ എന്റെ അക്കൗണ്ടിലാണ് ഞാൻ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ പേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേജിൽ തന്നെ അത് ചെയ്യണം, നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പേജിന്റെ ആക്സസ് നഷ്ടപ്പെടാം. അതാണ് പിന്നീടൊക്കെ പല കമ്പനികളിലും അവരുടെ പേജിന്റെ ആക്സസ് പോകണം, അങ്ങനെ അവരുടെ അടുത്ത് കൺട്രോൾ ഇല്ല. ക്ലിയർ ആയോ? കാരണം ഒരു അക്കൗണ്ട് ഉള്ളവർക്കാണ് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. ഓരോ പേജിനും അതിൻ്റെതായ സെറ്റിങ്സ് നമുക്ക് ചെയ്യാം. ആ സെറ്റിങ്സിൽ നമുക്ക് ആർക്കൊക്കെ ഇതിന്റെ ആക്സസ് ഉണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെ കൊണ്ട് ലൈവ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെങ്കിൽ. ഇതിന്റെ വേറൊരു വെർഷൻ ഉണ്ട്, മെറ്റ ആഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ബിസിനസ് അക്കൗണ്ട്, ഫേസ്ബുക്കിന്, അതിലൊക്കെ ചെയ്യിപ്പിച്ച അസറ്റുകളൊക്കെ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ അതിന്റെ ഒരു ബേസിക് കാര്യമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് വേണമെന്ന് ആദ്യം പറഞ്ഞത്. അതാണ് ഫസ്റ്റ് കാര്യം. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ലിങ്ക്ഡിനിലൂടെ അക്കൗണ്ടുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് സ്യൂട്ട് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. മെറ്റ ബിസിനസ് സ്യൂട്ട് നിങ്ങൾ കാണുന്നത് പോലെയല്ല ഫേസ്ബുക്ക്.
ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്ത് തിയറിയിലേയും പഠിപ്പിക്കണേ, ഫുള്ളി പ്രാക്ടിക്കലാണ്. അപ്പൊ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്തടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോ ഇന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ പേജ്? ഈ പേജ് ഇന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ പറ്റും. എല്ലാ പേജിലും ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, കണ്ടോ? ഈ സെറ്റിങ്സ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പറ്റുന്നു. വാട്സപ്പ് അത് നമുക്കൊരു വാട്സപ്പിന്റെ ടോപ്പിക് ഉള്ളതാണ്. വാട്സപ്പ് മാർക്കറ്റിംഗ് അത് ഫേസ്ബുക്കിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ നമ്മളിപ്പോ ഞാൻ പല ക്യാമ്പയിൻസും ചെയ്യുന്നത് വാട്സപ്പിലേക്കാണ് പോണത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് അതൊക്കെ നമ്മൾ പഠിക്കും. വാട്സപ്പിലേക്ക് എടുക്കാം, വീഡിയോസിലേക്ക് വിളിക്കാം, കോൾ വിളിക്കാം. ഓക്കെ, അതേപോലെ എൻക്വയറി കളക്ട് ചെയ്യാം, വീഡിയോസിന് വ്യൂസ് ഉണ്ടാക്കാം, നമ്മുടെ എൻഗേജ്മെന്റ് കുറെ കാര്യങ്ങളുണ്ട്. അത് മൊബൈൽ ആപ്പിന്റെ പ്രൊമോഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട്, എല്ലാത്തിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയാലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയോ? അക്കൗണ്ട് മാൻഡേറ്ററി ആണ്. കാരണം ഇവിടെ നമുക്ക് പേജ് ആക്സസ് കൊടുക്കാം. ഓക്കെ, ആരൊക്കെ പേജ് കാണണം, അതാണ് പേജ് ആക്സസ് കൊടുക്കാം. ഇപ്പൊ ഞാൻ മാത്രമല്ല, എനിക്ക് പലവരെ ആഡ് ചെയ്യാം. ഞാൻ അതിലേക്കൊക്കെ വരാം. അതിലേക്കൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൺഫ്യൂഷൻ ആണ്. നിങ്ങൾ ആദ്യം തന്നെ ബേസിക് ഉണ്ടാക്കി അതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇപ്പൊ ആരൊക്കെ ഫേസ്ബുക്കിൽ പേജ് ഉണ്ടാക്കി? അല്ല, ഫേസ്ബുക്കിൽ പേജ് അല്ല, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ആരൊക്കെ ഉണ്ടാക്കി? ഉണ്ടാക്കിയിട്ടില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും നാളെ നിർബന്ധമായിട്ടും ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഓക്കെ, ഈ പേജിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ റിവ്യൂ ഇടാം. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിന്റെ, എന്റെ കമ്പനിയുടെ പേജ് നമുക്ക് റിവ്യൂ ഇടാം. മനസ്സിലായോ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ചില കമ്പനിക്കാര്, ചില ആൾക്കാർ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യണവര് ഫേസ്ബുക്കിൽ പേജ് മാത്രമുള്ളവർക്ക്, അവർക്ക് വെബ്സൈറ്റ് ഇല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല. ഫേസ്ബുക്ക് വഴിയാണ് അവർ. ഫേസ്ബുക്കിൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാം. ഫേസ്ബുക്കിൽ നമുക്ക് ഫോട്ടോസുകൾ ഇടാം, നമുക്ക് അഡ്രസ്സ് ഇടാം, ലൊക്കേഷൻ ഇടാം. ക്ലിയർ ആയോ? അവർ ഫേസ്ബുക്ക് അത് വെച്ചിട്ട് മാത്രം ചെയ്യാം. നമുക്ക് അവരുടെ റിവ്യൂസ് ഇടാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമുക്ക് ഫേസ്ബുക്കിൽ പോയിട്ട് റിവ്യൂസ് ഇടാം. എബൌട്ടസ്, നമ്മളെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ എഴുതാം, കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് എബൌട്ടസിൽ ഇടാം. ഓക്കെ, വർക്കിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്, നിങ്ങൾ അഡ്രസ്സ് എഴുതാൻ, കണ്ടോ? കോൺടാക്ട് ഇൻഫോ, സർവീസ് ഏരിയ, ഫോൺ നമ്പർ, വാട്സ്ആപ്പ്, ഇമെയിൽ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. വെബ്സൈറ്റ്, സോഷ്യൽ ലിങ്ക്, പ്രൈസ് റേഞ്ച്, ആഡ് സർവീസസ്, നിങ്ങൾ എന്തൊക്കെ സർവീസ് ചെയ്യുന്ന കാണിക്കാം. ഡെലിവറി, കോൺടാക്ട്, ടേക്ക് അവേ, ഡൈൻ ഇൻ, ആഡ് ലാംഗ്വേജ്, ബർത്ത്ഡേ, എത്ര ഫോളോവർ ഉണ്ട്, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഫ്രണ്ട്സിന്റെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1000 ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ, നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യും, ലൈക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് എടുത്താലാണ് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അക്കൗണ്ട് എടുത്തതിന് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പൊ നമ്മൾ പേജ് ഉണ്ടാക്കി അതിൽ പോസ്റ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ടിൽ ഷെയർ ആയി പോകുമോ? അങ്ങനെ ഉണ്ടോ? ഒരിക്കലുമില്ല. ആ പേജ് ആരൊക്കെ ഫോളോ ചെയ്തിട്ട് അവർക്ക് മാത്രമേ കിട്ടൂ. അതാണ് ഇവിടെ കണ്ടത്. ഇവിടെ നമുക്കിപ്പോ 0 ലൈക്ക് 0 ഫോളോവറാ. നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി, നല്ലൊരു ഡൗട്ടാണ്, നല്ലൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 10 പേജ് ഉണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് പേജിന്റെ പോസ്റ്റിലേക്ക് പോവില്ല. അതാണ് ഡിഫറൻസ് തിരിച്ചറിയണ്ടേ. എല്ലാവർക്കും അക്കൗണ്ട് എന്താ, പേജ് എന്താന്ന് അറിയില്ല ഇപ്പോഴും. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഇപ്പൊ നേരത്തെ അതുകൊണ്ട് ചോദിച്ചാൽ എത്ര അക്കൗണ്ട് ഉണ്ടാക്കാവുന്ന, അപ്പൊ നിങ്ങൾ പറഞ്ഞ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന. അത് റോങ്. ഒരൊറ്റ അക്കൗണ്ടേ പാടുള്ളൂ. അവർ ഇന്നല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ അക്കൗണ്ട്, പുതിയ അക്കൗണ്ടിന് ക്രിയേറ്റ് ചെയ്യുന്ന ID പ്രൂഫ് വരെ കൊടുക്കണം.
പക്ഷെ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് 2 അക്കൗണ്ട് ഉണ്ട്. അതേ പറഞ്ഞത് എപ്പോഴെങ്കിലും അത് ബ്ലോക്കായി പോകുന്നത്. ഓക്കെ. നിങ്ങളിപ്പോ നമ്മളിവിടെ പല ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണിക്കും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പെയ്ഡ് പ്രൊമോഷനിലേക്ക് വരുമ്പോഴാണ് അവിടെ ബുദ്ധിമുട്ടുകൾ വരാം. ക്ലിയർ ആയോ? അപ്പൊ അത് സൂക്ഷിക്കണത്. ഓക്കെ, അതെങ്ങനെ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. അതാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാം അദ്ദേഹം പറഞ്ഞ ഡിഫറൻസ് നിങ്ങൾ തിരിച്ചറിയും. ഇൻസ്റ്റാഗ്രാം നമുക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ആണ്. കമ്പനിക്ക് വേണ്ടി ഒരു അക്കൗണ്ട്, നമുക്ക് വേണ്ടി ഒരു അക്കൗണ്ട്, എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ. നിങ്ങളത് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്തോ അവിടെ ഒരു ബൂസ്റ്റിംഗ് ആണ്. അതൊന്നും അല്ലത്. വളരെ പ്രൊഫഷണലി സിസ്റ്റമാറ്റിക്കലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടും. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ഒരു മാസം 13 ലക്ഷം രൂപയാണ് സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ക്ലയന്റ് ആണ്. ക്ലിയർ? അപ്പൊ അത്രമാത്രം ഇവിടുത്തെ ഒരു കേരളത്തിലുള്ള കൊച്ചിയിലുള്ള ഒരു ക്ലയന്റ് ആണ്. അപ്പൊ അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി സ്കോപ്പ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് അത് കേരള മാർക്കറ്റ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലവർ വേൾഡ് വൈഡ് എന്നൊക്കെ പറഞ്ഞ വേറെ റീച്ചിൽ കിടന്ന് കളിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. വേറെ റീച്ചിൽ നിങ്ങൾ അതിലേക്ക് ഞാൻ വരാം. അപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ക്ലാസ് കഴിയുമ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ, എന്താണ് ഫേസ്ബുക്ക് ആഡ്, എന്താണ് ഇൻസ്റ്റാഗ്രാം ആഡ്, എന്താണ് മെറ്റാ ബിസിനസ് സ്യൂട്ട്, എന്താണ് ലിങ്ക്ഡിൻ ആഡ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കം തന്നെ ഇതിനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് പറഞ്ഞു. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കേട്ട് വെച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ക്യാൻവയിൽ നിങ്ങൾ ഒരു ബാനർ ഉണ്ടാക്കുന്നു, ഡിസൈൻ ചെയ്യണോ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണോ, എന്താണ് റീലുകൾ, എന്താണ് സ്റ്റോറീസ്, എന്താണ് സക്സസ്ഫുൾ, എന്തൊക്കെയാണ് ഇതിലെ ഫ്രോഡ് പരിപാടികൾ. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ. എന്താണ് ഇൻഫ്ലുവൻസർ, അവരുടെ പരിപാടി എങ്ങനെയാണ്, അതിന്റെ ഗെയിം എന്താ, അതൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്. വെറുതെ കൊണ്ട് ചെയ്തിട്ട് പൈസ കൊണ്ടിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടും. അപ്പൊ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. നിങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കണം, ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യണം, കവർ ഇമേജ് മാറ്റണം, പ്രൊഫൈൽ ഇമേജ് മാറ്റണം, നിങ്ങളുടെ പേജിൽ നിങ്ങൾ പോസ്റ്റ് ഇടണം, നിങ്ങൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് ഇടാം, അതുപോലെ തന്നെ ഇവിടെ പല കാര്യം നിങ്ങൾക്ക് ഇവിടെ ഇവന്റുകൾ സെറ്റ് ചെയ്യാം, ഇവിടെ ലൈവ് പോവാം. കണ്ടോ, ഒരുപാട് പരിപാടി, ബുക്സുകൾ, റിവ്യൂസ് ഗിവൺ, മാനേജ് സെക്ഷൻസ്, ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഇവിടെ ചെയ്യാം. റിവ്യൂസ്, ഫോളോവർ, ഫോട്ടോ, പോസ്റ്റ്, കണ്ടോ ഇവിടെ പോസ്റ്റുകൾ ഇടാം. ഫീച്ചേർഡ്, നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് മുകളിൽ വെക്കാം. ഇതൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇൻട്രോ ഉണ്ട്, അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇൻട്രോ ഇവിടുത്തെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാം. ആഡ് ഫീച്ചേർഡ് ഉണ്ട്, അത് സെറ്റ് ചെയ്യാം. ആഡ് കണ്ട, ഫീച്ചർ യുവർ ഫേവറേറ്റ് ഫോട്ടോസ് ഓഫ് സ്റ്റാറ്റസ് ഫോർ ഓൾ ഓഫ് ദ ഫ്രണ്ട്സ് ടു സീ. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളൊരു പ്രൊഡക്റ്റിനെ ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ, കോഴ്സുകൾ അങ്ങനെ നിങ്ങൾക്കൂടെ കാണിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇഷ്ടമുള്ള ഫോട്ടോനെ അപ്ലോഡ് ചെയ്യാം. കോഴ്സിൻ്റെ ആണെങ്കിൽ ഇവിടെ കാണിക്കാം. ഇപ്പം അതെൻ്റെ ഒരു ഇവന്റിൻ്റെ ആണെങ്കിൽ ഇവിടെ കാണിക്കുക ഫോട്ടോ, ഫീച്ചേർഡ് ഫോട്ടോ. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, കവർ എടുക്കുക, സേവ് ചെയ്യുക. ഇതിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടൂ. എനി ഡൗട്ട് ഇതുവരെ? ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായ സംഭവം? കുറച്ചൊരു ക്ലാരിറ്റി വന്നു. മനസ്സിലായി. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എന്താണ് പേജ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 കമ്പനിയുടെ 10 പേജുകൾ ക്രിയേറ്റ്, ഒറ്റ അക്കൗണ്ട് ഒറ്റ പാടുള്ളൂ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ അക്കൗണ്ടിന് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജർക്ക് അതിന്റെ ആക്സസ് കൊടുക്കാം. അക്കൗണ്ട് എന്നല്ല, പേജിന്റെ ആക്സസ് അവർക്ക് കൊടുക്കാം. അവർ മാനേജ് ചെയ്തോളും. നമ്മുടെ അടുത്ത് കൺട്രോൾ ഉണ്ടാവും. ക്ലിയർ ആയോ? ഇപ്പൊ സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഒരു കമ്പനി, കുഞ്ഞു ആൾക്കാരുണ്ട്, അവർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു പേജ് ഉണ്ടാക്കിക്കോളാൻ പറയും. അവന്റെ അക്കൗണ്ടിലാണ് ആ പേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവനാണ് അതിന്റെ കംപ്ലീറ്റ് റൈറ്റ്. അവൻ എപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാം.
നിങ്ങളെടുത്ത് റിമൂവ് ചെയ്ത് കളയാം. കാരണം അവന്റെ അക്കൗണ്ടിലാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു പെയ്ഡ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നല്ല അക്കൗണ്ട് ആയിരിക്കണം. അതുകൊണ്ട് ഒരൊറ്റ അക്കൗണ്ട് പാടുള്ളൂ എന്ന് പറഞ്ഞേ. രണ്ടാമത്തെ അക്കൗണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഒറ്റ അക്കൗണ്ടേ പാടുള്ളൂ. അത് എനിക്ക് ബ്ലോക്ക് ചെയ്ത് കളയവർ. പെർമനന്റ് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയും. ഇതൊക്കെ എല്ലാവരും ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഈവൻ ലിങ്ക്ഡിൽ ഒറ്റ അക്കൗണ്ടേ പാടുള്ളൂ. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടുള്ളതാണ്. ലിങ്ക്ഡിൻ ഇതുപോലെ തന്നെ പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ലിങ്ക്ഡിൽ നമുക്ക് എത്ര പേജ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഡിഫറൻസ് സിനാരിയോ. വാട്സപ്പ് കൂടെ കണക്ട് ചെയ്ത് ഒരു കാര്യം അറിയാലോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒരാളുടെയാണ്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ബിസിനസ് സ്യൂട്ട്, മെറ്റ സ്യൂട്ട്. അതുകൊണ്ടല്ല എല്ലാത്തിനും കൂടി പറയുന്നത് മെറ്റ ആഡ്സ്. എല്ലാം ഒരാളുടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫേസ്ബുക്കിലൂടെ അത് നമുക്ക് അതൊക്കെ നമ്മൾ പഠിക്കും. ഫേസ്ബുക്കിൽ മാത്രം നമുക്ക് ആഡ് ഇടാം, ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ആഡ് ഇടാം, വാട്സപ്പ് മാത്രം നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം, എല്ലാത്തിലും കൂടി ചെയ്യാം. ഇതൊക്കെ നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കും. എങ്ങനെയാണ് ക്യാമ്പയിൻ ചെയ്യാൻ, ഒബ്ജക്റ്റീവ് എന്താണ്. നല്ല രസമാണ്. നിങ്ങൾക്ക് അതൊക്കെ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാം കൂടി കാണിക്കുന്നില്ല. ഇത് നമ്മുടെ അക്കൗണ്ടാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ലാസ്റ്റ് 30 days ഉണ്ടാവും. ഒരുപാട് റീച്ച്, ഇംപ്രഷൻ, ഇതൊക്കെ ഞാൻ നിങ്ങളതിലേക്ക് കൊണ്ടുവരും. നിങ്ങളതിൽ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ അതിലേക്ക് പോകണ്ട. അപ്പൊ ആദ്യം ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഉണ്ടാക്കണം. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പേജ് ഉണ്ടാക്കുക, ക്യാൻവ എടുക്കുക. ക്യാൻവ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ഇമേജ് ഉണ്ടാക്കണം. നിങ്ങൾ കവർ ഇമേജാണ് ഉണ്ടാക്കി ഞാൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇഷ്ടം പോലെ ടെംപ്ലേറ്റ് ആണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കുക. ഉണ്ടോ, ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. ഇതാണ് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതിൽ ചില ബാനറുകൾക്ക് പൈസ കൊടുക്കണം, കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക. ചില ടെംപ്ലേറ്റ് ഞാനിപ്പോൾ ഇടയ്ക്ക് യൂട്യൂബിന് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ യൂട്യൂബിന് എന്ത് ചെയ്യണം, യൂട്യൂബ് തമ്പനെയിൽ ഉണ്ടാക്കണേത് ഇതൊരു 2 മിനിറ്റ് ഉണ്ടാക്കുന്ന സാധനം. യൂട്യൂബിന്റെ തമ്പനെയിലുകൾ വരും. കണ്ടോ, ഈ തമ്പനെയിലുകൾ ഇതാണ് വേണമെങ്കിൽ ഇത് കണ്ടത്. ഇത് പ്രോ ആണ്, പെയ്ഡ് ആണ്, ഇതിന് പൈസ കൊടുക്കണം. കണ്ട, ഇത് പ്രോ. ഇത് നമുക്ക് ഫ്രീ ഉപയോഗിക്കാം. കസ്റ്റമൈസ് തമ്പനെയിൽ, കസ്റ്റമൈസ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വരും. അതിന്റെ വർക്ക് ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പൊ ഡിജിറ്റൽ നോർത്തത് വരും. ഉണ്ടോ, ഈ ഫോട്ടോയുടെ കൊണ്ടിട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി ആ സ്റ്റൈലിലേക്ക് അങ്ങോട്ട് വരും. ഇത് മാറ്റാം. വേറെ നിങ്ങൾക്ക് ഇടണമെങ്കിൽ അപ്ലോഡ് കൊടുക്കാം. ടെക്സ്റ്റ് എഴുതണമെങ്കിൽ ഇവിടെ കണ്ടോ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എഴുതണമെങ്കിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇനി ഇവിടെ ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഹെഡിങ് കൊടുത്ത് ഇവിടെ വരും. കണ്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ജോയിൻ നൗ. ഉണ്ടോ, ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മൂവ് ചെയ്യാം. കണ്ടോ, ഇഷ്ടമെടുത്ത് കൊണ്ടുവയ്ക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എലമെന്റ്സ് വേണമെങ്കിൽ എലമെന്റ്സ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ എലമെന്റ്സ്. ഈ ഫോട്ടോ ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം, ഫോട്ടോ ഇവിടെ വരും. കണ്ടോ, അത് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, ഇവിടെ കൊണ്ടുവെക്കണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. ഇഷ്ടമുള്ളത് ഇവിടെ കിട്ടും. ഈ പുറമേ നിന്ന് എന്തെങ്കിലും ഇവിടെ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഡ്രോ ഉണ്ട്. ഇഷ്ടമുള്ള വരയ്ക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് പുറമേ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അപ്ലോഡ് ഫയൽസ്, പുറത്ത് എന്തെങ്കിലും ഇമേജ് കണക്കി കൊണ്ടുവരാം. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് remove.bg, നിങ്ങൾക്ക് ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നിങ്ങൾക്ക് അതിന്റെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അവിടേക്ക് കൊണ്ടുവരാം. ഒരു സെക്കൻഡ്.
ഒരു സെക്കൻഡ്. കണ്ട ബാക്ക്ഗ്രൗണ്ടാണ് പോയി. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്യാൻവയിലേക്ക് കൊണ്ടുവരാം. ക്ലിയർ? അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞു, ഓട്ടോ ഡ്രോ. നിങ്ങൾക്ക് എന്തെങ്കിലും വരക്കണമെങ്കിൽ ഓട്ടോ ഡ്രോ. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. സ്റ്റാർട്ട് ഡ്രോയിങ് ഇവിടുന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇമേജ് വരക്കണത്, ഇപ്പൊ ഇതൊന്നും അറിയണമെന്നില്ല. ഈ ഓട്ടോ കാഡ് എന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അറിയണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓട്ടോ ഇത് വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കുറച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ചായയുടെ കപ്പ് ആണെങ്കിൽ ഇവിടെ മുകളിൽ അതിന്റെ ഓട്ടോ ഡ്രോ വരും. എന്ത് വേണമെങ്കിൽ ഇതുപോലെ വരയ്ക്കാം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാം, അവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ഇവിടെ ഷേപ്പ് വരയ്ക്കാം. ഐഡിയ കിട്ടിയോ? കുറെ ഉണ്ട് ഇതില്. കുറെ നിങ്ങൾ ചെയ്യുമ്പോഴേ ഐഡിയ കിട്ടും. ഞാൻ ജസ്റ്റ് കാണിച്ചു. നിങ്ങൾ അടുത്ത ദിവസം എല്ലാ അക്കൗണ്ടായിട്ട് വന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കാം. ചെയ്യിപ്പിച്ച് നിങ്ങളായിട്ട് ഒരു എക്സ്പെർട്ട് ആവും. എനി ഡൗട്ട്? അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോ ക്യാൻവ ശരിക്കും ഉപയോഗിക്കണം. കുറെ ക്യാൻവയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ ഡ്രോ ഉപയോഗിക്കുക, remove.pg ഉപയോഗിക്കുക, ഫേസ്ബുക്കിൽ പേജ് ഉണ്ടാക്കാം, ഇൻസ്റ്റാഗ്രാമില്ലാത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ആയിട്ട് വരാം, ലിങ്ക്ഡിൻ ഇപ്പോൾ വേണ്ട, ലിങ്ക്ഡിൻ നമ്മൾ അവസാനം വേറെ ടോപ്പിക്കാണ്. അപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കാൻ, പേജിൽ ഓരോ പോസ്റ്റുകൾ ഡിസൈൻ ചെയ്തിടാം. അത് നമ്മൾ അതിൽ ലൈക്ക് ഇടാൻ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കമ്പനിക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേജ് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതില് ഓർഗാനിക് വേയിൽ നമുക്ക് ഇതിന് റീച്ച് ഉണ്ടാക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലർ കണ്ടിട്ടില്ല, നിങ്ങൾ ഫേസ്ബുക്കിൽ ചിലവരുടെ കണ്ടന്റ് ഒക്കെ ഭയങ്കര വൈറലാവാണ്. കാരണം അവർ ഫേസ്ബുക്കിൽ നമുക്ക് സെയിം കണ്ടന്റ് ഫേസ്ബുക്കിൽ ഇടാം, ഇൻസ്റ്റയിൽ ഇടാം, യൂട്യൂബിൽ ഇടാം. ഇപ്പൊ ഞാൻ എന്തായാലും ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ റീലിലിടും, ഇൻസ്റ്റയിലിടും, ഫേസ്ബുക്കിലിടും. ഫേസ്ബുക്കിലുണ്ട് സ്റ്റോറീസ്, ഫേസ്ബുക്കിലുണ്ട് നമുക്ക് റീൽസ് ഇടാം. ഓക്കെ, സെയിം സാധനം തന്നെ യൂട്യൂബിൽ ഷോർട്സിൽ ഇടാം, ഇൻസ്റ്റയിൽ നമുക്ക് റീലിടാം. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റയിലെ ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും, ഇപ്പൊ അത് 3 മിനിറ്റ് ആയിരിക്കും പറയുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇതാണ്, അല്ലെങ്കിൽ യൂട്യൂബിന് എനിക്ക് തോന്നുന്നു 1.5 മിനിറ്റ് ആണെന്ന് ഷോർട്സ്. അപ്പൊ ഓരോന്ന് എങ്ങനെ ഇതൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളെല്ലാം പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അത് ഓർഗാനിക്കലി എങ്ങനെ ചെയ്യാം, പൈസ മുടക്കിയിട്ട് എങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ക്യാമ്പയിൻസ് ചെയ്യാണ്. അതുപോലെ എങ്ങനെയാണ് വൈറൽ കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, ചില റീൽസിലൊക്കെ ഭയങ്കര വൈറലാവും. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി കമ്മിങ് ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഫേസ്ബുക്കിൽ പേജ് ഉണ്ടാക്കുക, നിർബന്ധമായിട്ട് ഉണ്ടാക്കുക. എന്നാലാണ് ഇനിയുള്ള എല്ലാ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ചിലവരുണ്ട് എൻ്റെ അടുത്ത്, ഞങ്ങൾ ഫേസ്ബുക്കിൽ നോക്കാം, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണോ, ഡിജിറ്റൽ മാർക്കറ്റർ ആവണോ, നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ പ്രൊഫഷൻ അതാണ്. നമ്മൾ ഈ മീഡിയത്തിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് ഈ മീഡിയത്തിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി വേണം. നമ്മൾ ഒരുപാട് സമയം ഇവിടെ
ഇപ്പൊ നിങ്ങളായാലും സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങൾ കാണുന്നല്ലോ, പക്ഷെ അതിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റും കൂടി കുറേ കൂടി മനസ്സിലാക്കണം. ക്ലിയർ? ഹൃദിക് മനസ്സിലായോ? ഹൃദിക് സാർ പോയോ? കേക്കുന്നുണ്ട് സാർ. എനി ഡൗട്ട്? ഇല്ല ചെയ്തു നോക്കിയാ കിട്ടുന്നു. അതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇവിടെ ചെയ്താലും നിങ്ങൾ ചെയ്യുമ്പോൾ ഡൗട്ടുകൾ ചെയ്യുക, ക്ലിയർ ആയിട്ട് വരും. സുൽഫി വല്ല ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, ക്ലിയർ ആണ്. ഫേസ്ബുക്കിൽ പേജ് ഉണ്ടോ? ഉണ്ട്. വേറെ ഞാനിപ്പം അഡ്മിഷൻ കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു അക്കൗണ്ടും ഉണ്ട്. പിന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പേജും ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റേഴ്സ് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയാം. വെരി ഗുഡ്. അപ്പൊ 2 അക്കൗണ്ട് പാടില്ല. ഒന്ന് എൻ്റെ പേഴ്സണൽ, ഒന്ന് കമ്പനിയുടെ വേറെ യൂസർ നെയിമും പാസ്വേഡും വേറെ കമ്പനിയുടെ നെയിം വെച്ചിട്ട്. അത് കുഴപ്പമില്ല. പക്ഷെ ആ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്കൊന്നും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് നമ്മുടെ സെഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ശരിതെറ്റുകൾ മനസ്സിലാവും. നിങ്ങളെല്ലാവരും കുഞ്ഞു കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കണേ. ഇതൊന്നും അല്ല ഇതിന്റെ റിയൽ ഗെയിം. ആ റിയൽ ഗെയിം അത് പഠിച്ചാലാണ് നിങ്ങൾക്ക് സൈലന്റ് വെറുതെ ചെയ്യാന്നുള്ളൂ. ചിലർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. നിങ്ങളായാലും എന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് വന്നതാ, ശരിയല്ലേ? അതാണ് സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻസ്. അതിന്റെ രീതികളുണ്ട്. അത് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല. ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ അതിന്റെ സെഷൻസ് എടുക്കുന്നതാണ്. ഞാനത് അപ്ലൈ ചെയ്യുന്ന ആളാണ് വളരെ അഗ്രസീവ്ലി. എല്ലാ തരത്തിലും ഞാൻ എൻ്റെ ആഡ് ഉണ്ടാക്കാറുണ്ട്, ഇൻഫ്ലുവൻസറിന്റെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതെന്താന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നവരും ക്ലാരിറ്റി വരും. ഓക്കെ. ശ്രുതി ക്ലിയർ? സാർ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയാലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ. അപ്പൊ നാളെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് വരാം. ഞാൻ ഇതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ. നമുക്ക് സീ. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.